ഹലോ, അപ്പോൾ നമുക്കിന്ന് സോയ വെച്ചിട്ട് നല്ലൊരു സോയ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ. അതിനോട് 250 ഗ്രാമോളം സോയ എടുത്തുക്കണത്. അപ്പോൾ അത് നല്ല തിളച്ച വെള്ളത്തിലൊരു 10-15 മിനിറ്റ് ഇത് കുതിരാൻ വെക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുക്കാം കേട്ടോ. ഒരു 3-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോഴേക്കും ഇതിലേക്കുള്ളൊരു മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ 2 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, കൂടെ തന്നെ ചെറിയ ജീരകം ചതച്ചത്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 3 സ്പൂണോളം വറുത്ത അരിപ്പൊടി, 4 സ്പൂണ് കോൺഫ്ലവർ, 1 സ്പൂണ് പുളിയില്ലാത്ത തൈര് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ച സോയയും കൂടി ചേർത്തിട്ട് നന്നാക്കി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റോളം ഇത് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 20 മിനിറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണത്. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിൽ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അവിടെ എടുത്ത് വെച്ച് സോയ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതിൽ അരിപ്പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്ത കാരണം അത് പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടും കേട്ടോ. അപ്പോൾ സിമ്മിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനേ. സിമ്മിലല്ലാച്ചെങ്കിൽ നന്നായിട്ട് ചൂടായി പെട്ടെന്ന് ചൂട് കയറി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് ഇത് നന്നാണ് വറുത്തെടുക്കുക കേട്ടോ. അപ്പോഴൊക്കെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്കൊരു മസാല തയ്യാറാക്കാനുണ്ട്. അതിന് ഞാൻ അവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി, കൂടെ തന്നെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ ഇത് നന്നാക്കി വഴറ്റിയെടുക്കുക കേട്ടോ. അത് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ഇത് അത്യാവശ്യം മൂത്ത് വരുമ്പോൾ സമയത്താണ് ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് ചേർക്കുകയാണെന്നുവെച്ചെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 2-3-4 പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. പച്ചമുളക് ഞാനിവിടെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതിൽ പച്ച കളറല്ലാതെ ചുവപ്പ്. പിന്നെ ഒരു 3 സ്പൂണോളം വെള്ളം ഒഴിച്ചു. ഇതിലേക്കൊരു ഗ്രേവി വേണേ, അതിനാണ്. 1 സ്പൂണോളം കോൺഫ്ലവർ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കണ്ടേ. അത് ഇതിൽ കട്ടായി പോയതാണ് കേട്ടോ വീഡിയോ എടുത്തപ്പോൾ. അപ്പോൾ ഇതെല്ലാം യോജിപ്പിച്ച് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച സോയ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ലോണം എല്ലാത്തിലും ഇതിൽ മസാല എത്തുന്ന രീതിയിൽ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.